അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂര മർദ്ദനത്തിനിരയായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 7 വയസ്സുകാരൻ മരിച്ചു. കോലഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സ തുടരുന്നതിനിടെയായിരുന്നു മരണം. അതേസമയം പ്രതി അരുൺ ആനന്ദിനെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി. വിശദാംശങ്ങൾ നൽകാൻ വിഷ്ണു പ്രസാദ് ചേരുകയാണ്. വിഷ്ണു, ഇപ്പോൾ സംസ്ഥാനമാകെ കേരളമാകെ പ്രാർത്ഥനയിലായിരുന്നു തൊടുപുഴയിലെ ആ കുഞ്ഞ് തിരികെ വരാൻ. എന്നാൽ ഇപ്പോൾ അതേ കുഞ്ഞിന്റെ ഇൻക്വസ്റ്റ് നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം വിവരങ്ങളാണ്, പുതിയ വിവരങ്ങളാണ് ആശുപത്രിയിൽ നിന്ന് നൽകാനുള്ളത്? തീർച്ചയായും അല്പസമയം മുൻപാണ് തൊടുപുഴ ഡിവൈഎസ്പി കെ പി ജോസിന്റെയും തൊടുപുഴ CI അഭിലാഷിന്റെയും നേതൃത്വത്തിലുള്ള ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചത്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ മിക്കവാറും നാളെ ആയിരിക്കും നടക്കാനുള്ളത്. അത് കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് അവിടെ നിന്നായിരിക്കും കുട്ടിയുടെ അമ്മയുടെ വീടായ തൊടുപുഴയിലുള്ള അമ്മയുടെ വീട്ടിലേക്ക് കുട്ടിയുടെ മൃതദേഹം കൊണ്ടുപോകുന്നത്. എന്തായാലും രാവിലെ മുതൽ വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടം തന്നെ ഇവിടെ മോർച്ചറിക്ക് മുൻപിലായിട്ടുണ്ട്. ഈ കുട്ടിയുടെ ജീവിതത്തിലേക്ക് കുട്ടി തിരിച്ചു വരുന്നതിന് വേണ്ടി ഏറെ പ്രാർത്ഥനകളോടെയാണ് കേരളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കഴിഞ്ഞിരുന്നത്. 9 ദിവസത്തെ വെന്റിലേറ്റർ ജീവിതത്തിന് ശേഷമാണ് കുട്ടി ഇപ്പോൾ മരണത്തിൽ കീഴടങ്ങിയിരിക്കുന്നത്. ആദ്യം തന്നെ മസ്തിഷ്ക മരണത്തിന്റെ ലക്ഷണങ്ങളിലേക്ക് അല്ലെങ്കിൽ മസ്തിഷ്ക മരണത്തിലേക്കായിരുന്നു കുട്ടിയുടെ ആരോഗ്യനില പോയിക്കൊണ്ടിരുന്നത്. തുടർന്ന് മെഡിക്കൽ ബോർഡ് അംഗങ്ങൾ വന്ന് കുട്ടിയെ പരിശോധിക്കുകയും ആരോഗ്യനില ഏറെ ഗുരുതരമായ അവസ്ഥയിലാണെന്നും എന്നാൽ വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നും അറിയിക്കുകയുണ്ടായി. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കുട്ടിയുടെ ഇത്രയും നാളുള്ള ആരോഗ്യനില പരിപാലിച്ചു കൊണ്ടിരുന്നത്. രക്തസമ്മർദ്ദം ക്രമാതീതമായി വ്യതിയാനങ്ങൾ രേഖപ്പെടുത്തുകയും കൂടാതെ ആന്തരിക അവയവങ്ങൾക്കേറ്റ വലിയ ക്ഷതം, ആന്തരിക രക്തസ്രാവം ഉൾപ്പെടെയുള്ളവ സംഭവിക്കുകയും ചെയ്തു. തുടർന്ന് തലച്ചോറിലുണ്ടായ രക്തയോട്ടം നിലച്ചു. തലച്ചോറിന് സംഭവിച്ച ക്ഷതത്തെ തുടർന്ന് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുകയുണ്ടായി. തലയോട്ടിക്കും വലിയ രീതിയിലുള്ള ഒരു പൊട്ടൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇതിലെല്ലാം തന്നെ കുട്ടിയുടെ ആരോഗ്യനില ഏറെ അപകടത്തിലാക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്കായിരുന്നു ഇതെല്ലാം പോയിരുന്നത്. എന്തായാലും ഇപ്പോൾ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലുള്ള മോർച്ചറിയിലാണ് കുട്ടിയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പനേരം മുൻപ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇവിടെ എത്തി ഇൻക്വസ്റ്റ് നടപടികൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തി. ഇപ്പോൾ NDA ചാലക്കുടി മണ്ഡലം സ്ഥാനാർത്ഥി രാധാകൃഷ്ണനും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും നിരവധി പേരാണ് ഇപ്പോൾ ഈ ഒരു കുട്ടിയുടെ മരണത്തെ തുടർന്ന് കോലഞ്ചേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വിഷ്ണു പ്രസാദ്, തീർച്ചയായും നമുക്കറിയാം സമാനമായ സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. സംരക്ഷിക്കാൻ ബാധ്യതയുള്ളവർ ജീവനെടുക്കുന്ന സാഹചര്യങ്ങൾ ഇതിനു മുമ്പും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എങ്കിൽ പോലും ഈ ഒരു 7 വയസ്സുകാരൻ അനുഭവിച്ചത് സമാനതകളില്ലാത്ത ക്രൂരതയാണ്. കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത് കുട്ടിയുടെ തലച്ചോറ് പൊട്ടുന്ന ഒരു സാഹചര്യം, അത്രത്തോളം സമാനതകളില്ലാത്ത ക്രൂരത. ഈ ഒരു കുഞ്ഞ് 7 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് നേരിട്ട ക്രൂരത സംബന്ധിച്ച് പോലീസ് ഏത് തരത്തിലാണ് ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് മർദ്ദനം സംബന്ധിച്ചുള്ള വിശദീകരണം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? തീർച്ചയായും ഇത് കുട്ടിയെ ആദ്യം തന്നെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോൾ മുതൽ തന്നെ ഡോക്ടർമാർ ഈ തരത്തിലുള്ള വലിയ രീതിയിലുള്ളൊരു മർദ്ദനം നടന്നതായി തന്നെയാണ് വ്യക്തമാക്കിയിരുന്നത്. കാരണം കുട്ടി ആദ്യം കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത് കട്ടിലിൽ നിന്ന് തലയിടിച്ച് വീണ് ഉണ്ടായ പരിക്കാണെന്നായിരുന്നു. എന്നാൽ കുട്ടിയെ വിശദമായി പരിശോധിച്ചപ്പോൾ കുട്ടിയുടെ ദേഹത്ത് മുഴുവൻ ചതവും അതുപോലെ മർദ്ദനമേറ്റതിന്റെ പാടുകളും ഉണ്ടായിരുന്നു. തലയോട്ടിയിൽ പൊട്ടൽ രേഖപ്പെട്ടിരുന്നു. ഇത് ഭിത്തിയിലേക്ക് ഒരാൾ തല പിടിച്ചിടിച്ചാൽ മാത്രമേ ഇത്തരത്തിലൊരു പൊട്ടൽ വരൂ എന്ന് ആദ്യഘട്ടത്തിൽ നമ്മളോട് പ്രതികരിച്ച ഡോക്ടർ ശ്രീകുമാർ ഉൾപ്പെടെയുള്ളവർ നമ്മളോട് പറയുകയുണ്ടായി. ഇതേ സംശയം നിലനിന്ന സാഹചര്യത്തിലും ഈ പറയുന്ന പ്രതി അരുൺ ആനന്ദ് കുട്ടിയെ കൊണ്ടുവരുമ്പോൾ ആംബുലൻസിൽ കയറാനോ കുട്ടിയുടെ പേര് ചോദിച്ചപ്പോൾ യഥാർത്ഥ പേര് പറയാനോ ഒന്നും തന്നെ സാധിച്ചിരുന്നില്ല. മദ്യപിച്ച് സിഗരറ്റും വലിച്ച് പുറത്ത് നിൽക്കുന്നിരുന്ന അരുൺ ആനന്ദ് ഇത്തരത്തിലുള്ള ഘടകങ്ങളാണ് ഈ കുട്ടിയുടെ മരണം അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഏർപ്പെട്ട ഈ പരിക്കിനെ കുറിച്ച് ഡോക്ടർമാർക്ക് സംശയമുണ്ടാക്കാൻ സാധ്യതയുണ്ടായത്. തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തിയപ്പോഴും ഇയാൾ ഈ ഒരു നിലപാടിൽ നിന്ന് മാറ്റമില്ലാതെ തുടരുകയായിരുന്നു. ഇപ്പോൾ പിന്നീടാണ് ഡോക്ടർമാർ കുട്ടിയെ പരിശോധിച്ച് പരിക്കുകളുടെ തീവ്രത അളന്നെടുക്കുന്നത്. തലയോട്ടിക്ക് ഏകദേശം വലതുഭാഗത്ത് നിന്ന് ആരംഭിച്ച് നെറ്റിയുടെ വലതുഭാഗത്ത് നിന്ന് ആരംഭിച്ച് ഇടതുഭാഗത്ത് ചെവിയുടെ പിൻഭാഗത്ത് വരെ നീളുന്ന തരത്തിൽ തലയോട്ടിക്കേറ്റ ഗുരുതരമായ ഒരു പൊട്ടൽ, അത് വലിയ രീതിയിലുള്ള പരിക്കാണ് കുട്ടിക്ക് സൃഷ്ടിച്ചിട്ടുള്ളത്. തുടർന്ന് തലച്ചോറിനും ക്ഷതമേറ്റിട്ടുണ്ട്. ഈ ഒരു ക്ഷതത്തെ തുടർന്ന് തലച്ചോർ വീങ്ങിയിരുന്നു. ഈ ഒരു വീങ്ങിയതോടുകൂടി തലച്ചോറിന്റെ സമ്മർദ്ദം ഒഴിവാക്കാൻ വേണ്ടി ശസ്ത്രക്രിയയ്ക്ക് ശേഷം തലയോട്ടിയുടെ ഒരു ഭാഗം എടുത്ത് സുരക്ഷിതമായി മാറ്റിവെക്കുകയും ചെയ്തു. തുടർന്ന് കുട്ടിയുടെ തലയോട്ടിയിലേക്കുള്ള രക്തപ്രവാഹം
രക്തപ്രവാഹം നിലച്ചതായിട്ടാണ് ഡോക്ടർമാർ കണ്ടെത്തിയിരുന്നത്. രക്തപ്രവാഹം നിലച്ച ഭാഗം സ്കാനിംഗ് റിപ്പോർട്ടുകളിൽ ഇരുണ്ട നിറത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഇത് തലച്ചോറിന്റെ പകുതി വരെ മാത്രമായിരുന്നു ഇരുണ്ട നിറത്തിൽ കണ്ടിരുന്നത്. എന്നാൽ അതിനുശേഷം അത് കൂടുതൽ ഭാഗങ്ങളിലേക്ക് ബാധിക്കുകയും തലച്ചോറിന്റെ 90% പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ ഈ തലച്ചോറിന് പുറമേ കുട്ടിയുടെ ആന്തരികാവയവങ്ങളായ ശ്വാസകോശത്തിനും വയറിനും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പരിക്കേറ്റിരുന്നു. വയറിനും ശ്വാസകോശത്തിനും പരിക്കേറ്റതിനെ തുടർന്ന് എയർ ലീക്ക് ഉണ്ടാവുകയും ഇത് കുട്ടിയെ അടിയന്തര ശസ്ത്രക്രിയയിലൂടെ ഈ ഒരു പരിക്ക് പരിഹരിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ കുട്ടിക്ക് ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലാതിരിക്കുകയും രക്തസമ്മർദ്ദത്തിൽ വന്ന ക്രമാതീതമായ വ്യതിയാനങ്ങളാണ് മറ്റൊരു വെല്ലുവിളിയായി ഡോക്ടർമാർക്ക് മുൻപിലുണ്ടായിരുന്നത്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ കൃത്യമായ ഇടവേളകളിൽ മരുന്ന് നൽകിയും മെഡിക്കൽ സംഘം നിർദ്ദേശിച്ച തരത്തിലുള്ള ചികിത്സാ രീതികൾ അവലംബിച്ചുമായിരുന്നു ഡോക്ടർമാർ ചികിത്സ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്നാൽ അതെല്ലാം തന്നെ ഈ തരത്തിലുള്ള വലിയ രീതിയിൽ ഒന്നും കുട്ടിയുടെ ആരോഗ്യനിലയിൽ മാറ്റമുണ്ടാക്കാൻ തരത്തിലുള്ള ഒരു ചലനങ്ങൾ ഉണ്ടായില്ല. കുട്ടി മരുന്നുകളോടോ ചികിത്സയോടോ അല്ലെങ്കിൽ ഭക്ഷണത്തോട് പോലും പ്രതികരിക്കുന്നില്ല എന്ന ഒരു അവസ്ഥയുണ്ടായി. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ 2-3 ദിവസം ദ്രവരൂപത്തിലുള്ള ഭക്ഷണവും കുട്ടിക്ക് നൽകി നോക്കിയിരുന്നു. എന്നാൽ കുട്ടിയുടെ ശരീരം ഈ ഭക്ഷണത്തോടും പ്രതികരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ ഈ ഒരു ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും കുട്ടിയുടെ ആരോഗ്യനിലയിൽ യാതൊരു തരത്തിലുള്ള പുരോഗതിയും രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കൃഷ്ണമണികൾ വികസിച്ച രീതിയിലായിരുന്നു അല്ലെങ്കിൽ നിലയിലായിരുന്നു കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്. അത് പിന്നീട് ഉണ്ടായിരുന്ന 9 ദിവസത്തിലും യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടായിരുന്നില്ല. കൂടാതെ കൈകാലുകളിലെ ചലനങ്ങളോ അല്ലെങ്കിൽ ശ്വാസം സ്വന്തമായി എടുക്കാനുള്ള കുട്ടിയുടെ ശരീരം ശ്രമിക്കുകയോ അങ്ങനെ യാതൊരു തരത്തിലുള്ള അനുകൂലമായ യാതൊരു ചലനങ്ങളും കുട്ടിയുടെ ശരീരം കാണിക്കാത്തതും മരുന്നുകൾക്ക് പോലും യാതൊരു തരത്തിലും ഒരു മാറ്റവും സൃഷ്ടിക്കാൻ കഴിയാത്ത തരത്തിൽ അങ്ങേയറ്റം മർദ്ദിച്ചാണ് കുട്ടിയെ ആശുപത്രിയിൽ തന്നെ എത്തിച്ചതെന്ന് നമുക്ക് വ്യക്തമാവും. അതേസമയം തന്നെ ഇപ്പോൾ നമുക്കറിയാം കുട്ടിയുടെ അമ്മയുടെ സുഹൃത്ത് അരുണിനെതിരെ ഇപ്പോൾ കൊലക്കുറ്റം കൂടി ചുമത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതേസമയം തന്നെ കുട്ടിക്കെതിരെയുള്ള മർദ്ദനം മറച്ചുവെച്ച കുട്ടിയുടെ അമ്മയ്ക്കെതിരെയുള്ള ജനരോഷവും ചെറുതല്ല. ഈ സാഹചര്യത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ, പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർണ്ണമായ ശേഷം കുട്ടിയുടെ സംസ്കാരം നടക്കാൻ സാധ്യതയുള്ളത് കുട്ടിയുടെ അമ്മയുടെ സ്ഥലമായ തൊടുപുഴയിൽ തന്നെ ആകുമോ, അതോ കുട്ടിയുടെ യഥാർത്ഥ പിതാവിന്റെ സ്ഥലമായ താമസ സ്ഥലമായ തിരുവനന്തപുരത്ത് ഇത് സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോൾ നമുക്ക് പറയാനാകുമോ? തീർച്ചയായും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കുട്ടിക്കെതിരെയുള്ള ആദ്യ ഘട്ടത്തിൽ ഈ ആക്രമത്തിൽ പ്രതി അരുണാനന്ദിനെതിരെ ഏകദേശം 6 വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പായിരുന്നു എങ്കിൽ ഇപ്പോൾ അത് മാറി പൂർണ്ണമായും കൊലപാതക കുറ്റം തന്നെയാണ് അരുണിനെതിരെ ചുമത്തിയിട്ടുള്ളത്. കൂടാതെ ഇളയ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ഒരു കണ്ടെത്തലിനെ തുടർന്ന് അയാൾക്കെതിരെ പോക്സോ നിയമപ്രകാരവും കുറ്റം ചുമത്തിയിട്ടുണ്ട്. എന്തായാലും ഈ തരത്തിലുള്ള എല്ലാ നടപടികളും നേരിടുന്ന അരുൺ ഇപ്പോൾ മുട്ടം ജയിലിലാണുള്ളത്. എന്തായാലും ഇപ്പോൾ ഉള്ള നമുക്കറിയാവുന്നത് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ എന്തായാലും അല്പസമയത്തിനകം പൂർത്തിയാകും. തുടർന്ന് മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. അതിനുശേഷമായിരിക്കും കുട്ടിയുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുക എന്ന് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്ന പ്രകാരം കുട്ടിയെ തൊടുപുഴയിലുള്ള കുട്ടിയുടെ അമ്മയുടെ വീട്ടിലേക്കാണ് മൃതദേഹം കൊണ്ടുപോകുക എന്നാണ്. അവിടെ വെച്ചായിരിക്കും ബാക്കി ചടങ്ങുകളെല്ലാം നടക്കുന്നു എന്ന് തന്നെയാണ്. എന്തായാലും കുട്ടിയുടെ അമ്മയുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ, അമ്മയുടെ അമ്മയും അച്ഛനും ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിൽ തന്നെയുണ്ട്. അവരെ പ്രത്യേകമായി മാറ്റി അവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ വരുന്നില്ല. എന്തായാലും കുട്ടിയുടെ യഥാർത്ഥ പിതാവിന്റെ ബന്ധുക്കൾ എന്തായാലും ഇതുവരെ എത്തിയിട്ടില്ല. അവരെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതിനുശേഷമൊക്കെ ആയിരിക്കും ഈ കാര്യത്തിലെല്ലാം തന്നെ അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാവുന്നത്. എന്തായാലും ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ഇനി സാധ്യതയില്ല, കാരണം ഏറെ സമയം വൈകിയിരിക്കുന്നു. ഇനി മിക്കവാറും നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാകുന്നത്. എന്തായാലും ഇന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായ ശേഷം മൃതദേഹം എവിടെ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമോ എന്ന് മാത്രമാണ് ഇപ്പോൾ അറിയേണ്ടത്. അല്ലാത്ത പക്ഷം ഇവിടുത്തെ മോർച്ചറിയിൽ തന്നെ മൃതദേഹം സൂക്ഷിക്കാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വ്യക്തമാണ് വിഷ്ണു പ്രസാദ്. സമാനതകളില്ലാത്ത ക്രൂരതകൾ ഏറ്റുവാങ്ങിയ 7 വയസ്സുകാരൻ മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. കുഞ്ഞിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു പ്രസാദ്. MK രാഘവൻ 5 കോടി കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ ത്വരിതാന്വേഷണം നടത്താൻ ഇലക്ഷൻ കമ്മീഷൻ DGPയോട് ആവശ്യപ്പെട്ടു. രാഘവൻ നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ച് DGPക്ക് ലഭിച്ച പരാതികൾ കണ്ണൂർ റേഞ്ച് AGക്ക് കൈമാറി. പരാതിയിൽ കോഴിക്കോട് SCP അന്വേഷണം നടത്തും. ചട്ടലംഘനം നടത്തിയെന്നാരോപിച്ച് രാഘവനെതിരെ CPIM കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകി. സ്ഥാനാർത്ഥിയുമായ MK രാഘവനെതിരായി ഉയർന്ന കോഴ ആരോപണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയുടെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ കളക്ടർ അന്വേഷണം നടത്തിയത്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിച്ചു. വിശദമായ റിപ്പോർട്ട് 2 ദിവസത്തിനുള്ളിൽ നൽകും. രാഘവനെതിരായ പരാതികൾ അന്വേഷിച്ച് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ DGPക്ക് നിർദ്ദേശം നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അറിയിച്ചു. ഒന്ന് പ്രിലിമിനറി റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇതിൽ മുഴുവൻ കാര്യങ്ങൾ വന്നിട്ടില്ല.
അപ്പോൾ ഈ പെട്ടെന്ന് റിപ്പോർട്ട് തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. And I have asked the report from the DGP as well as from the returning officer, both. And both have given a preliminary report to me. Final report is yet to come because when such incidents takes place, the voice sample have to be, verified scientifically. രാഘവനെതിരെ LDF നൽകിയ പരാതി കോഴിക്കോട് ACP വാഹിദ് അന്വേഷിക്കും. ഒളിക്യാമറ വാർത്തയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയാണെന്ന് കാട്ടി MK രാഘവൻ കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതി DCP ജമാലുദ്ദീൻ അന്വേഷിക്കും. MK രാഘവനെതിരായി ഉയർന്നു വന്ന കോഴ ആരോപണത്തെ അതീവ ഗൗരവത്തോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കിക്കാണുന്നത്. ആരോപണം തെളിഞ്ഞാൽ സ്ഥാനാർത്ഥിത്വം റദ്ദു ചെയ്യുക മാത്രമല്ല MP സ്ഥാനവും മുൻകാല പ്രാബല്യത്തോടെ നഷ്ടമാകും. PV കുട്ടൻ, കോഴിക്കോട്. മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ ശത്രുഘ്നൻ സിൻഹ കോൺഗ്രസിൽ ചേർന്നു. AICC ആസ്ഥാനത്തെത്തിയാണ് കോൺഗ്രസ് അംഗത്വം സ്ഥിരീകരിച്ചത്. ബീഹാറിലെ പട്ന സാഹിബ് മണ്ഡലത്തിൽ ഇത്തവണ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിനെ മത്സരിപ്പിക്കാൻ BJP തീരുമാനിച്ചതിനെ തുടർന്നാണ് ശത്രുഘ്നൻ സിൻഹ പാർട്ടി വിട്ടത്. നരേന്ദ്രമോദിയുടെ വിമർശകനായിരുന്നതിനെ തുടർന്ന് BJP ശത്രുഘ്നൻ സിൻഹയ്ക്ക് സീറ്റ് നിഷേധിക്കുകയായിരുന്നു. ഇത്തവണ കോൺഗ്രസ് ടിക്കറ്റിൽ പട്ന സാഹിബിൽ തന്നെ മത്സരിക്കാനാണ് ശത്രുഘ്നൻ സിൻഹയുടെ നീക്കം. മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീത്. സൈന്യത്തെ മോദി സേനയെന്ന് വിളിച്ചതിനെക്കുറിച്ച് യോഗി ആദിത്യനാഥ് നൽകിയ വിശദീകരണം കമ്മീഷൻ തള്ളി. നിതി ആയോഗ് വൈസ് ചെയർമാൻ രാജീവ് കുമാറിനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിമർശനം. നരേന്ദ്രമോദി നടത്തിയ ഹിന്ദു വോട്ടർമാരെന്ന പരാമർശത്തെക്കുറിച്ചും കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചു. ഗാസിയാബാദിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുമ്പോൾ ഇന്ത്യൻ സൈന്യത്തെ യോഗി ആദിത്യനാഥ് രാഷ്ട്രീയവൽക്കരിച്ചിരുന്നു. ഇന്ത്യൻ ആർമി മോദി സേനയെന്നായിരുന്നു പരാമർശം. ഇതിനെതിരായ പരാതിയുടെ അടിസ്ഥാനത്തിൽ യോഗി ആദിത്യനാഥിൽ നിന്നും കമ്മീഷൻ വിശദീകരണം തേടി. പരാമർശത്തെ ന്യായീകരിച്ച യോഗി സർക്കാരിന്റെ തലവനെന്ന നിലയിൽ ഇന്ത്യൻ സേന മോദിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് സൂചിപ്പിച്ചു. ഇത് തള്ളിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗി മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് വിമർശിച്ചു. ഭാവിയിൽ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകരുതെന്ന മുന്നറിയിപ്പും നൽകി. പ്രതിപക്ഷ പാർട്ടിയുടെ പ്രകടന പത്രികയെ വിമർശിച്ച നീതി ആയോഗ് വൈസ് ചെയർമാൻ രാജീവ് കുമാറിനെയും കമ്മീഷൻ വിമർശിച്ചു. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ നരേന്ദ്രമോദി നടത്തിയ ഹിന്ദു വോട്ടർ പ്രസംഗത്തെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏപ്രിൽ 1 വർദ്ധയിൽ നടത്തിയ പ്രസംഗത്തിൽ ഹിന്ദു വോട്ടർമാരുടെ മണ്ഡലങ്ങളിൽ നിന്നും കോൺഗ്രസ് അധ്യക്ഷൻ ഒളിച്ചോടുകയാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. ഇതേക്കുറിച്ച് മഹാരാഷ്ട്ര ചീഫ് ഇലക്ഷൻ കമ്മീഷനിൽ നിന്നാണ് റിപ്പോർട്ട് തേടിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സിവിൽ സർവീസ് പരീക്ഷയിൽ 410ാം റാങ്ക് കരസ്ഥമാക്കിയ വയനാട്ടിലെ ശ്രീധന്യ സുരേഷിന് അഭിനന്ദന പ്രവാഹം. ശ്രീധന്യയെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണറും രംഗത്തെത്തി. ശ്രീധന്യയ്ക്കുള്ള അഭിനന്ദനത്തിനൊപ്പം ശ്രീധന്യയെ മുൻനിർത്തി ഗോത്രവിഭാഗത്തിലെ സർക്കാർ ഇടപെടലിനെക്കുറിച്ച് പ്രശംസിച്ച് നടൻ കമലഹാസനും ട്വീറ്റ് ചെയ്തു. സാമൂഹ്യ പിന്നോക്കാവസ്ഥയുടെ പൊരുതി സിവിൽ സർവീസ് പരീക്ഷയിൽ 410ാം റാങ്ക് കരസ്ഥമാക്കിയ വയനാട്ടിലെ ശ്രീധന്യ സുരേഷിന് നാനാഭാഗത്തു നിന്നും അഭിനന്ദന പ്രവാഹമാണ്. ശ്രീധന്യയുടെ നേട്ടത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദിച്ചു. കൂടുതൽ ഉയരങ്ങളിലേക്കെത്താൻ എല്ലാ ആശംസകളും നേർന്നതോടൊപ്പം ഉയർന്ന വിജയം കരസ്ഥമാക്കിയ മറ്റ് മലയാളി വിദ്യാർത്ഥികളെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കുന്ന ഗോത്രവിഭാഗത്തിൽപ്പെടുന്ന ആദ്യയാളാണ് ശ്രീധന്യ സുരേഷെന്നും ഉന്നതങ്ങളിലെത്താൻ എല്ലാ ആശംസകളും നേരുന്നുവെന്നും ഗവർണർ പി സദാശിവം പറഞ്ഞു. ശ്രീധന്യയെ അഭിനന്ദിച്ച് സിനിമാ താരം കമൽഹാസനും രംഗത്തെത്തി. ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനത്തിനായി സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെയും കമൽഹാസൻ പ്രശംസിച്ചു. ട്വീറ്റിലൂടെയായിരുന്നു കമൽഹാസൻ ശ്രീധന്യയെയും ശ്രീധന്യയെ മുൻനിർത്തി സർക്കാരിനെയും അഭിനന്ദിച്ചത്. ന്യൂസ് ഡെസ്ക്. RSSും BJPയും നടത്തുന്ന അതേ നിലപാടുകൾ പിന്തുടർന്നാണ് കോൺഗ്രസ് വോട്ട് പിടിക്കുന്നതെന്ന് പിണറായി വിജയൻ. BJP ഇല്ലാത്ത വയനാട്ടിൽ നിന്ന് രാജ്യത്തെ BJP എതിരിടുന്നുവെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? രാഹുലിന്റെ ഔദാര്യം LDFന് വേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വയനാട് സീറ്റിൽ മത്സരിക്കുന്നു. ഞങ്ങൾ അതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞതാണ്, വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. എന്ത് സന്ദേശമാണ് അത് നൽകുക? ഇടതുപക്ഷത്തെ നേരിടാൻ വന്നിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ് അവിടെ ഉള്ളത്. അപ്പൊ രാജ്യത്തെ പരാജയപ്പെടുത്തേണ്ട ശക്തി ഇടതുപക്ഷമാണ് എന്ന സന്ദേശം ആ മത്സരത്തോടെ നൽകുകയാണ്. അപ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ ഒരു ന്യായവാദം ഇന്ന് കാണുന്നത്. ഉമ്മൻചാണ്ടി പറയുന്നത് അങ്ങനെയല്ലത്, ഇവിടെ മത്സരിക്കുന്നതുകൊണ്ട് തെക്കേ ഇന്ത്യയിലെ BJP ആകെ പരാജയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അത് നല്ലൊരു വാദമാണ്. അതിന് BJP സ്ഥാനാർത്ഥി അവിടെ വേണ്ടേ? നിങ്ങളെ നേരിടാൻ BJP സ്ഥാനാർത്ഥിയുണ്ടോ? BJP ഇല്ലാത്തവരിടത്ത് വന്ന് മത്സരിച്ചിട്ട് ഇടതുപക്ഷത്തെ
പരാജയപ്പെടുത്താനാകുമോ എന്ന് നോക്കിയിട്ട് അത്തരമൊരു മത്സരം നടത്തിയിട്ട് രാജ്യത്താകെയുള്ള BJP നേരിടുകയാണെന്ന് പറഞ്ഞാൽ എന്താ അതിനൊക്കെ പറയുക? ആളുകളുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യരുത് കേട്ടോ. ഇത് കുറച്ച് കടന്ന കൈയാണ്, അതിനെങ്കിലും മെനക്കെടാതിരിക്കണം. ആലപ്പുഴ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ മാരിഫിന് അരൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉജ്ജ്വല സ്വീകരണം. പ്രദേശവാസികളുടെ ചിരകാല അഭിലാഷമായിരുന്നു പെരുമ്പടം പാലം യാഥാർത്ഥ്യമാക്കിയ ആരിഫിന് വൻ വരവേൽപ്പാണ് മണ്ഡലത്തിൽ ഉടനീളം ലഭിക്കുന്നത്. അരൂർ മണ്ഡലത്തിലെ MLA കൂടിയായ ഇടതുപക്ഷ സ്ഥാനാർത്ഥി AM ആരിഫിനാണ് ഇന്ന് പെരുമ്പളം ദ്വീപിൽ സ്വീകരണം നൽകുന്നത്. 16,000-ഓളം ജനങ്ങൾ താമസിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് പെരുമ്പളം. രാവിലെ 7 മണിയോടെയാണ് അരൂർ മണ്ഡലത്തിലെ ജനങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥിയായ AM ആരിഫ് മണ്ഡലത്തിലെത്തിയത്. തന്റെ 3ാം വട്ട പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ആരിഫ് ദ്വീപിലെത്തിയത്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ദ്വീപുവാസികളുടെ ചിരകാല സ്വപ്നമായ പെരുമ്പളം പാലമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് നടപടികൾ പൂർത്തീകരിച്ച MLAയ്ക്കാണ് ദ്വീപ് നിവാസികൾ ആവേശകരമായ സ്വീകരണം നൽകി വരുന്നത്. രാവിലെ ദ്വീപിലെ സ്വീകരണത്തിന് ശേഷം അരൂർ മണ്ഡലത്തിലെ മറ്റു മേഖലകളിലും ആലപ്പുഴയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം ലഭിക്കും. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തന്നെ അപമാനിച്ച കോൺഗ്രസ് നേതാവിനെ സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ സംരക്ഷിക്കുകയാണെന്ന ആരോപണവുമായി മഹിളാ കോൺഗ്രസ് മുൻ നേതാവ്. വാർത്താസമ്മേളനത്തിനിടെ പലതവണ മനംനൊന്ന് പൊട്ടിക്കരഞ്ഞ തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുൻ മെമ്പർ കൂടിയായ ഷീല പത്മനാഭൻ പ്രസ് ക്ലബിൽ കുഴഞ്ഞു വീണു. അവശയായവരെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആദർശത്തിന്റെ മുഖംമൂടിയണിഞ്ഞ് പൊതുസമൂഹത്തിലും ക്യാമറകൾക്ക് മുന്നിലും സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ കാപട്യവും ദുഷ്ടതകളും ജനം തിരിച്ചറിയുമെന്നും താൻ ജീവനക്കാർ സ്നേഹിച്ച കോൺഗ്രസ് പാർട്ടി ഒരു ആവശ്യഘട്ടത്തിൽ തന്നോട് പെരുമാറിയ രീതി തനിക്ക് താങ്ങാനാകുന്നതിലും അപ്പുറമാണെന്നും ഷീല പറയുന്നു. സ്ത്രീ സംരക്ഷണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എല്ലാ ക്യാമറകൾക്ക് മുമ്പിലും മറ്റുള്ളവർക്ക് 4 ആൾ കൂടുന്നിടത്തും പറഞ്ഞാൽ പോരാ. സ്വന്തം പാർട്ടിയിൽ വിശ്വസിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് അത് സുരക്ഷ ലഭ്യമാക്കി തരാൻ കഴിയില്ലെങ്കിൽ വെറുതെ സംസാരിച്ചിട്ട് എന്തിനാണ് ഈ കാപട്യത്തിന്റെ മുഖം കൊണ്ട് നടക്കുന്നത്? തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുൻ മെമ്പറും മഹിളാ കോൺഗ്രസ് നേതാവുമായിരുന്നു ഷീല പത്മനാഭൻ. എന്നാൽ ഒരു മുന്നറിയിപ്പും കൂടാതെ ചിലരുടെ വ്യക്തി താൽപര്യപ്രകാരം ഷീല പത്മനാഭനെ കോൺഗ്രസിൽ നിന്ന് DCC പുറത്താക്കുകയായിരുന്നു. വാർത്താ സമ്മേളനത്തിനിടെ പലതവണ മനനൊന്ത് പൊട്ടിക്കരഞ്ഞ ഷീല പ്രസ് ക്ലബിൽ കുഴഞ്ഞു വീണു. അവശയായി ഇവരെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോൺഗ്രസ് യോഗത്തിൽ വെച്ച് DCC സെക്രട്ടറി K അജിത് കുമാർ തന്റെ സ്ത്രീത്വത്തിനു നേരെ നിന്ദ്യമായ വാക്കുകളുടെ അധിക്ഷേപിച്ചതായാണ് ഷീലയുടെ പരാതി. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, TN പ്രതാപൻ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം ഷീല പരാതി നൽകി. കൂടാതെ വടക്കാഞ്ചേരി പോലീസിലും വനിതാ കമ്മീഷനിലും പരാതി നൽകിയിട്ടുണ്ട്. അശരണയും രോഗിയുമായ തന്നെ അപമാനിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കാതെ വേട്ടക്കാരനെ സംരക്ഷിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നതെന്നും പരാതി കൊടുത്ത തന്നെ വിശദീകരണം പോലും ചോദിക്കാതെ DCC പ്രസിഡന്റായ TN പ്രതാപൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നും ഷീല പറയുന്നു. ഷീല പരാതിയിൽ പറയുന്ന അജിത് കുമാർ ഇപ്പോൾ വടക്കാഞ്ചേരി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റാണ്. നിലവിൽ തൃശൂർ ലോക്സഭാ സ്ഥാനാർത്ഥിയായ TN പ്രതാപൻ ഏത് വിധത്തിലുള്ള സ്ത്രീ സംരക്ഷണമാണ് ഉറപ്പാക്കുന്നതെന്നും ഷീല ചോദിക്കുന്നു. PP സലീമിനൊപ്പം VS അഭിരാം, തൃശൂർ. BJPക്കെതിരായ മതേതര ശക്തിയെ കോൺഗ്രസ് ദുർബലപ്പെടുത്തുകയാണെന്ന CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. BJP ഭരണത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് പകരം സങ്കുചിതമായ അജണ്ട നടപ്പാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കിയിലെ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ പ്രചരണാർത്ഥമുള്ള പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കോടിയേരി. വിശാല സഖ്യം രൂപീകരിച്ച് BJP സർക്കാരിനെ പുറത്താക്കാൻ ശ്രമിക്കേണ്ട കോൺഗ്രസ് ചെയ്യുന്നത് അത്തരം നീക്കങ്ങൾക്ക് തുരങ്കം വെക്കുകയാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് പ്രധാനമന്ത്രിയാകാനല്ല, പ്രതിപക്ഷ നേതാവാകാനാണ് എന്നും വയനാട്ടിൽ മത്സരിക്കുന്നത് സങ്കുചിത അജണ്ടയുടെ ഭാഗമായാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഒരു വീര പോരാളിയാണെങ്കിൽ അമേത്തിയിൽ മത്സരിക്കണ്ടേ? BJPയുടെ മടയിൽ കയറി ആക്രമിക്കണ്ടേ? അതിനു പകരം ഒളിച്ചോടി കേരളത്തിലേക്ക് വന്നിരിക്കുക. വയനാട് വീര പോരാളികളുടെ നാടാണ്. പഴശ്ശിരാജാവിന്റെ മണ്ണാണ് വയനാട്. ആ മണ്ണിൽ ഒളിച്ചോടി വരുന്നവർക്ക് സ്ഥാനമില്ല എന്ന് വയനാട് തെളിയിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് നേതൃത്വത്തെ ഒരു പാഠം പഠിപ്പിക്കണം. ഒരു പാർലമെന്റ് സീറ്റിൽ പോലും ഇത്തവണ കോൺഗ്രസ് ജയിച്ചുകൂടാ. എല്ലാ സീറ്റിലും കോൺഗ്രസിനെ തോൽപ്പിക്കണം. മോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഹിറ്റ്ലർ മോഡൽ ഭരണമായിരിക്കും ഇന്ത്യയിൽ ഉണ്ടാവുക. അവർക്ക് ഇനിയൊരു അവസരം നൽകാതിരിക്കാൻ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ജനാധിപത്യ മതേതരത്വ സർക്കാർ രൂപീകരിക്കേണ്ടതുണ്ട് എന്നും കോടിയേരി പറഞ്ഞു.
ഇടുക്കിയിലെ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ പ്രചാരണാർത്ഥമുള്ള യോഗത്തിൽ മന്ത്രി എം എം മണി, ഇടത് നേതാക്കളായ കെ കെ ജയചന്ദ്രൻ, പി സി ജോസഫ് തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പരാജയഭീതിയിൽ LDF-നെതിരെ വ്യാജ പ്രചരണവുമായി UDF. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VN വാസവൻ പ്രചാരണത്തിന് അമിതമായി പണം ചിലവഴിക്കുന്നുവെന്നാണ് UDF-ന്റെ ആരോപണം. എന്നാൽ കേരള കോൺഗ്രസ് തർക്കം മൂലം പ്രചരണ പരിപാടികൾ ഇവന്റ് മാനേജ്മെന്റിനെ UDF ഏൽപ്പിച്ചത് വിവാദമായിരിക്കുകയാണ്. LDF-ന് വിപുലമായ സംഘടനാ സംവിധാനമുള്ള കോട്ടയം മണ്ഡലത്തിൽ ആബാലവൃദ്ധം ജനങ്ങളാണ് പോസ്റ്ററുകളും ബോർഡുകളും ചുവരെഴുത്തുകളും ഒരുക്കിയത്. വരണം വാസവൻ എന്ന ഹ്രസ്വചിത്രം ഒരുക്കിയതാകട്ടെ VN വാസവന്റെ ഉറ്റ സുഹൃത്തുമായ പ്രശസ്ത സംവിധായകൻ ജയരാജാണ്. ഇതിനെയാണ് തോൽവി മുന്നിൽ കണ്ട UDF ക്യാമ്പ് ദുഷ്പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കോടികൾ കുടഞ്ഞിട്ടാൽ വോട്ട് കിട്ടും എന്ന് ആരെങ്കിലും ധരിക്കുന്നത് ശരിയാണോ? ഞങ്ങൾക്ക് കാശുമില്ല, പണത്തിന്റെ മോടിയാണ്. ആരോപണവുമായി രംഗത്തെത്തിയെങ്കിലും UDF ഇക്കാര്യത്തിൽ പരാതി നൽകിയിട്ടില്ല. ഇപ്പൊ പരാതിയെ കുറിച്ച് പറഞ്ഞാൽ പറയും ഭയപ്പാട് കൊണ്ടാണെന്ന് പറയും. അതുകൊണ്ട് ഇപ്പൊ പരാതി നമ്മൾ മിണ്ടുന്നില്ല. അതേസമയം UDF-ന്റെ പരാജയഭീതിയാണ് ആരോപണത്തിന് പിന്നിലെന്നും ചെലവഴിക്കുന്ന പണത്തിന് കൃത്യമായ കണക്കുണ്ടെന്നും VN വാസവൻ പ്രതികരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കോടികൾ മുടക്കാൻ കോടികൾ കയ്യിലില്ല. അതുള്ളത് NDA-ക്കും UDF-നും. അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറയിടാൻ വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. കേരള കോൺഗ്രസ് തർക്കം മൂലം UDF പ്രചാരണം മണ്ഡലത്തിൽ നിർജ്ജീവമാണ്. അത് മറികടക്കാൻ പ്രവർത്തകരില്ലാത്ത UDF ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകൾ വഴിയാണ് പ്രചാരണം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.